അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ ഇടപെടലുകളുടെ ഫലമായി ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കപ്പെട്ടുവെങ്കിലും പലസ്തീൻ ജനതയുടെ ദുരിതത്തിന് അതൊരു ശാശ്വത പരിഹാരമായില്ല. ഇസ്രായേൽ സൈന്യം ദിനംപ്രതി ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ പലസ്തീനികൾക്ക് അടുത്ത ആക്രമണത്തിനായുള്ള ഭീതി നിറഞ്ഞ കാത്തിരിപ്പ് മാത്രമായി മാറുകയാണ്. ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിനപ്പുറം സാധാരണ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ലെന്ന യാഥാർത്ഥ്യം ഗാസയിലെ ജനതയെ മാനസികമായും ശാരീരികമായും തളർത്തുന്നു. ഈ കരാർ ലംഘനങ്ങൾ ഗാസ മുനമ്പിലെ ജനജീവിതം കൂടുതൽ ദുരിതത്തിലാക്കുന്നതിനൊപ്പം മാനുഷിക സഹായം തടസ്സപ്പെടുത്തുന്ന ഗുരുതരമായ പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നു. വെടിനിർത്തൽ കരാറിന്റെ ഏറ്റവും വലിയ ദുരന്തം അത് ജനങ്ങൾക്ക് നൽകിയ കപടമായ സുരക്ഷിതത്വ ബോധമാണ്. യുദ്ധം അവസാനിപ്പിച്ചു എന്ന് വിദേശ നേതാക്കൾ പ്രഖ്യാപിച്ചപ്പോൾ പലരും ആശ്വാസം കൊണ്ടു. എന്നാൽ ദിവസേനയുള്ള ആക്രമണങ്ങൾ ആ പ്രതീക്ഷകളെ തകർത്തു കളഞ്ഞു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമുള്ള 10-ാം ദിവസം മധ്യ ഗാസയിലെ അസവായതയിൽ നടന്ന സംഭവം ഇതിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ച ഒരു കുടുംബം ഫ്രീലാൻസർമാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു കോ വർക്കിംഗ് സ്പേസറായ ട്വിക്സ് കഫേയിലേക്ക് പോകുമ്പോഴാണ് ഇസ്രയേലി ഡ്രോൺ ആക്രമണം നടന്നത്. സാധാരണ ജീവിതം പുനരാരംഭിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതെന്തൊരു വെടിനിർത്തലാണ്! ഭയത്തേക്കാൾ കൂടുതൽ ദേഷ്യമാണ് തോന്നുന്നതെന്ന അതിജീവിച്ച വ്യക്തിയുടെ വാക്കുകൾ ഗാസയുടെ പൊതുവികാരത്തെ പ്രതിഫലിപ്പിക്കുന്നു. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് ഒക്ടോബർ 19-നായിരുന്നു. അന്നേ ദിവസം ഗാസ മുനമ്പാകെ ഡസൻ കണക്കിന് സ്ഥലങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തുകയും കുറഞ്ഞത് 45 പേരെങ്കിലും കൊല്ലപ്പെടുകയും ചെയ്തു. വെടിനിർത്തൽ ഒക്ടോബർ 11-ന് നിലവിൽ വന്നുവെങ്കിലും അതിനുശേഷം ഒരു ദിവസം പോലും പലസ്തീനികൾ ആളഭയമില്ലാതെ കടന്നുപോയിട്ടില്ല. ഇത് വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഗാസയിലെ മിഡിൽ ഓഫീസ് നൽകുന്ന കണക്കനുസരിച്ച് ഇസ്രായേൽ 80 തവണയെങ്കിലും വെടിനിർത്തൽ ലംഘിച്ചു. ഈ ലംഘനങ്ങളിൽ 100-ലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും 230ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒക്ടോബർ 18-ന് ഗാസ സിറ്റിയിലെ സൈത്തൂൺ പരിസരത്തുള്ള വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ച അബൂ ഷബാൻ കുടുംബത്തിലെ 11 അംഗങ്ങൾ ഒരു വാഹനത്തിൽ വെച്ച് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 4 മുതിർന്നവരും 7 കുട്ടികളും ഉൾപ്പെടെയുള്ള ഈ ദുരന്തം ഇസ്രായേൽ വെടിനിർത്തൽ എന്ന് വിളിക്കുന്നതിന്റെ യാഥാർത്ഥ്യം എത്രത്തോളം ക്രൂരമാണെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു. ഈ വെടിനിർത്തൽ കരാറിനെ പലസ്തീനികൾ കാണുന്നത് ഇസ്രായേലിന് ഇഷ്ടമുള്ളപ്പോൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും കഴിയുന്ന ഒരു സ്വിച്ച് പോലെയാണ്. വലിയ കൂട്ടക്കൊലകൾ നടന്നിട്ടില്ലാത്തതുപോലെ പിറ്റേ ദിവസം വീണ്ടും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് പലസ്തീൻ ജനതയുടെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്തതിന് തുല്യമാണ്. ഈ രാഷ്ട്രീയ നാടകം ജനതയുടെ അതിജീവനത്തിനുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ബോംബുകളുടെ ഭീകരതയ്ക്കിടയിലും ഗാസയിലെ ജനങ്ങളുടെ മനസ്സ് ഭക്ഷണത്തെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചും ചിന്തിക്കുന്നത് അവിടെ നിലനിൽക്കുന്ന ഭക്ഷ്യപ്രതിസന്ധിയുടെ ആഴവും വ്യക്തമാക്കുന്നു. സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ട ജനത യുദ്ധവും പട്ടിണിയും ഏത് നിമിഷം പുനരാരംഭിക്കാമെന്ന ഭയം കാരണം മാർക്കറ്റുകളിലേക്ക് ഓടുകയാണ്. വെടിനിർത്തൽ കരാർ പ്രകാരം പ്രതിദിനം 600 ട്രക്കുകൾ സഹായമായി ഗാസയിൽ പ്രവേശിക്കാൻ അനുവദിക്കണം. എന്നാൽ ഒക്ടോബർ 11-ന് ശേഷം വാഗ്ദാനം ചെയ്ത സഹായത്തിന്റെ 15% മാത്രമാണ് ഗാസയിൽ പ്രവേശിച്ചത്. വെറും 986 സഹായ ട്രക്കുകൾ മാത്രം പ്രവേശിച്ചു. 530 ട്രക്കുകൾക്ക് മാത്രമാണ് അനുമതി ലഭിച്ചത്. UNRWAയുടെ 6000 ട്രക്കുകൾ പ്രവേശിക്കാൻ കാത്തിരിക്കുന്നു. ഗാസ സിറ്റിയിലേക്ക് വലിയ സഹായ വണ്ടികൾ പ്രവേശിക്കാൻ ഇസ്രായേൽ ഇപ്പോഴും അനുമതി നൽകുന്നില്ല. വടക്കൻ ഗാസയിലെ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടാനുള്ള ഇസ്രായേലിന്റെ നയം ഇപ്പോഴും ഫലത്തിലുണ്ട്. ഇത് വടക്കൻ മേഖലയിലെ ജനങ്ങളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുന്നു. ലോകവുമായുള്ള ഗാസയുടെ ഏക കവാടമായ റഫ അതിർത്തി അടഞ്ഞുകിടക്കുന്നത് മാനസിക ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ആയിരക്കണക്കിന് പരിക്കേറ്റ ആളുകൾക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി പുറത്തു പോകാൻ കഴിയുന്നില്ല. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം തുടരുന്നതിനായി വിദേശത്തേക്ക് പോകാനോ കുടുംബാംഗങ്ങൾക്ക് ഒന്നിക്കാനോ കഴിയുന്നില്ല. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം തുടർച്ചയായി നടക്കുന്ന കരാർ ലംഘനങ്ങളോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം നിരാശാജനകമാണ്. പല അന്താരാഷ്ട്ര ശക്തികളും ഇസ്രായേലിന്റെ സുരക്ഷാപരമായ ആവശ്യങ്ങൾക്ക് പരസ്യമായി പിന്തുണ നൽകുകയും വെടിനിർത്തൽ ലംഘനങ്ങളെക്കുറിച്ച് ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് പലസ്തീൻ ജനതയുടെ അവകാശങ്ങളോടുള്ള ഇരട്ടത്താപ്പായി കണക്കാക്കപ്പെടുന്നു. വെടിനിർത്തൽ ഉറപ്പാക്കാനുള്ള അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനങ്ങളുടെ അഭാവം കരാർ ലംഘനങ്ങൾ തുടരാൻ ഇസ്രായേലിന് ധൈര്യം നൽകുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ ഒപ്പിട്ട രാജ്യങ്ങൾ പോലും അത് ലംഘിക്കപ്പെടുമ്പോൾ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ മടിക്കുന്നത് പലസ്തീനികളുടെ ദുരിതം നീണ്ടുപോകാൻ കാരണമാകുന്നു. ഗാസയിലെ വെടിനിർത്തൽ വെറും ഒരു കടലാസ് കഷണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് പലസ്തീൻ ജനതയുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലും ഭയത്തിലും ആഴ്ത്തുന്നു. ഇവിടെ നടന്ന കൂട്ടക്കൊലയും അബൂ ഷബാൻ കുടുംബത്തിന്റെ ദുരന്തവും ഈ കരാറിന്റെ വിശ്വസ്തതയെ തകർക്കുന്ന തെളിവുകളാണ്. മാനുഷിക സഹായം തടയുന്നതും റഫ അതിർത്തി അടച്ചിടുന്നതും ജനങ്ങളെ കൂട്ടപ്പട്ടിണിയിലേക്കാണ് നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഗാസയിലെ ജനതയ്ക്ക് യഥാർത്ഥത്തിൽ സമാധാനം ലഭിക്കണമെങ്കിൽ വെറും പ്രഖ്യാപനങ്ങൾക്കപ്പുറം കരാർ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ അന്താരാഷ്ട്ര ഇടപെടലുകളും നടപടികളും അനിവാര്യമാണ്. പലസ്തീനികളുടെ ജീവൻ, സുരക്ഷ, അടിസ്ഥാന ആവശ്യങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ ലോകം ബാധ്യസ്ഥരാണ്.